ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പോൾ നാം നിൽക്കേണ്ട നമ്മളെ ലക്ഷദ്വീപ് സ്കാനിങ് സെൻറ്ററിനക്കടെയാണ്. അപ്പോൾ ലക്ഷദ്വീപ് സ്കാനിങ് സെൻറ്ററിൽ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലുകളിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പുകളിലൂടെയെല്ലാം അറിഞ്ഞിരിക്കും. ഇന്ന് നടന്നിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു യാത്ര ഒരുപാട് കാത്തിരുന്നാണ് ഒരു ടിക്കറ്റ് കിട്ടേണ്ടത്. ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ കയ്യിലുള്ള പൈസയെല്ലാം തീർത്തേച്ചും അതും പച്ചക്കറിയും ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളും എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം പർച്ചേസ് ചെയ്ത് ഹാലിയാക്കി വെച്ചാണ് നമ്മൾ ഓരോ യാത്രകൾക്കും ഒരുങ്ങി വേണ്ടത്. അപ്പോൾ ഇന്നും അതുപോലെയാണ് മിനിക്കോയ് കവരത്തി ആ ഭാഗത്തൊക്കെല്ലാം പോകാനുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും MV കവരത്തി കപ്പലിൽ അതിന് 2 ദിവസം ഡിലേ ആയ കപ്പലാണ്. അപ്പോൾ അതും കൂടി നഷ്ടത്തിലുള്ള സമയം കാണാം. അപ്പോൾ എല്ലാം കൂടി എല്ലാം കഴിഞ്ഞേച്ചും യാത്ര ചെയ്യുവാൻ പറ്റും. അതും രണ്ട് ബസ് പാസഞ്ചേഴ്സോളം കപ്പൽ അടുത്ത് പോയിച്ചും തിരിച്ചു വന്ന്, അതുപോലെ പല യാത്രക്കാരും ബോർഡിങ് കഴിഞ്ഞ് ബസ് കാത്തുളച്ചൊരു സാഹചര്യം കാണുക. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഇൻഫർമേഷൻ തേണ്ടത്. ഇന്ന് വെതർ വാർണിംഗ് ഉണ്ട്, കപ്പൽ ഓട്ടിച്ച് കിട്ടുക, മിനിക്കോയ ഭാഗത്ത് കടലുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ കപ്പൽ ക്യാൻസൽ ആണെന്നുള്ളൊരു വാർത്ത ഞെട്ടലോടെയാണ് പല ദ്വീപുകാരും കേട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് വെച്ചും വന്നതാണ്, അതുപോലെ ഫിര വെക്കേറ്റ് ചെയ്ത് വെച്ചും വന്നതാണ്. ദൂരത്തിൻ്റെ വരെ ആലുവ അതുപോലുള്ള ഭാഗത്തിൻ്റെ വരെ ടാക്സി പിടിച്ച് സാധനങ്ങളുമായിട്ട് 2000-3000 ഉറുപ്പ്യ കൊടുത്ത് വന്ന ഫാമിലി വരെ ഉണ്ട്. അതുപോലെ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ചെറിയ മക്കളുണ്ട്. എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് യാത്ര ചെയ്യുവാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുവാൻ കാലത്ത് ആൾ ആകെ അടച്ചു നിന്നുവാൻ കാണും. എന്നാലും കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോയാൽ റൂം കിട്ടുക എന്നുള്ള ബേജാറ്, അതുപോലെ ഇനി എത്ര ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുക എന്നുള്ളത് മറ്റൊരു ബേജാറ്, ഉള്ള ഫുഡ് മറ്റു കാര്യങ്ങൾക്കുള്ള പൈസ എല്ലാം അവർക്ക് ഇനി കാണേണ്ടി വരും. അപ്പോൾ കയ്യിലുള്ള പൈസ തീർത്തേച്ചായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും വരിക. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവനാ കൈ ഏതും ഉണ്ടാകാം. ഇനി കടം വേണ്ടിച്ചായിരിക്കും ഇനി 2-3 ദിവസം നിൽക്കേണ്ടി വരിക. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സ്ഥിതിക്ക് ശരിക്കും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെതർ വാർണിംഗ് ഇന്നത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുണ്ട് 12 ദിവസത്തൊക്കെ നല്ല കാറ്റും കടലും എല്ലാം ഉണ്ടാകുമെന്ന്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് 7 മണിക്കെങ്കിലും ഇന്ന് രാവിലെ 7 മണിക്കെങ്കിലും പാസഞ്ചേഴ്സിനെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പ് മെസ്സേജോ വിട്ടിനിയാഞ്ഞെങ്കിൽ ഇത്രത്തോളം ദുരിതം നമ്മളെ ലക്ഷദ്വീപുകാർ അനുഭവിക്കാഞ്ഞ്. അതായത് ബസ്സിൽ പോയി ഗേറ്റിനെ കടയുണ്ട്, കപ്പല വാർഫിലുള്ള ഗേറ്റിനെ കടയുണ്ട് മടുങ്ങി ലഗേജും മക്കളെയും എല്ലാം കൊണ്ട് എളിയേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് വന്നിരിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത് പോർട്ട് ആരാണോ അധികാരികളോ ബന്ധപ്പെട്ട വെൽഫെയർ ഓഫീസർമാരും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവിടെ നിൽക്കേണ്ടത്. ടിക്കറ്റ് ഇല്ലാതെ പൈസ തീർന്ന് കടം മേടിച്ച് നിൽക്കേണ്ട ആളുകൾ വീണ്ടും ഇങ്ങനത്തെ ഒരു ദുരിതം കൂടി അനുഭവിക്കണമെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പലരും സംസാരത്തിന് മനസ്സിലാണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുവാനോ ഒരിക്കലും കുറ്റപ്പെടുത്തുവാനോ ആരെങ്കിലും തേജോവധനം ചെയ്യുവാനും വേണ്ടിയില്ല ഈ വോയിസ് വിടേണ്ടത്, ഈ വീഡിയോ ചെയ്യേണ്ടത്. നമ്മൾ ആളുകളെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ടാണ് പല ചാനലുകളും ഇവിടെ വന്ന് പല വീഡിയോകളെല്ലാം എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാര്യമെങ്കിൽ ഒരു കോമ്പൻസേഷൻ പോലും ജനങ്ങൾക്ക് കിട്ടുക ഒരു സാധ്യതയെങ്കിലും ആകെ ചെയ്ത് കൊടുത്തിരിക്കേണ്ടത്. അവിടെ കൊണ്ടുവന്നിരിക്കേണ്ട ലഗേജ് ഇവിടെ കീപ്പ് ചെയ്യുവാനും അതുപോലെ ഇവിടെ കൊളംബോയിലേക്ക് കലൂർ വരെ ഒരു ബസ് സർവീസ് ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ട് പന്നോക്ക് തിരിച്ചു പോകും. അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ പോലും നമ്മളെ യഥാർത്ഥ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയില്ല. കാരണം ഇനി എത്ര ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് പിടിയില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്കുള്ള പൈസയും കാര്യങ്ങളും കൂടി കാണേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ബോർഡിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള പാസഞ്ചേഴ്സിന് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിയമവശം എങ്ങനെയാണെന്നുള്ള പിടിയില്ല. അപ്പോൾ അത് പിടിയുള്ള ആരെങ്കിലും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ വളരെ ദാരുണമാഞ്ഞ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആക്കും വരാതെ ആയിപ്പോട്ട്. നമുക്ക് ഇവിടെ കാലാവസ്ഥ മോശമായ കപ്പൽ ഓടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ കപ്പൽ റിസ്ക് എടുത്ത് പോകേണ്ട കാര്യങ്ങൾ അപകടങ്ങൾ വന്നാൽ അതിനെക്കാട്ടിയും ദുരിതം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ശരിയാണ്. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് മുൻകൂട്ടി ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കില്ലാഞ്ഞ പാസഞ്ചേഴ്സിന് കൊടുത്തിരിക്കൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.